ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം ഇന്ന് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് എൻ്റെ കുഞ്ഞു ബേബിയും എൻ്റെ മോളും പ്രസവിച്ച് പോവാണ്. അവരിപ്പോൾ 60 ദിവസം ആവണുള്ളൂ കേട്ടോ. 90 ആവാനും നിൽക്കണില്ല. പിന്നെ 90 ഞാൻ പറഞ്ഞേക്കുള്ളൂ എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ അച്ചാർ പണിയൊക്കെ ഉള്ളതല്ലേ എനിക്ക്. അപ്പോൾ മാങ്ങ സ്റ്റോക്ക് വെക്കണ സമയമൊക്കെ ആയി തുടങ്ങി. അപ്പോൾ അവർ ഉണ്ടായാലെല്ലാം കൂടി പണിക്കാരുണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അവരിന്ന് പോവാണ്. അവരൊന്ന് ഇച്ചിരിട്ട് വിളിക്കാൻ വരും. ഇനിയിപ്പോൾ അത്രയും കുറച്ച് ദൂരത്തേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. അതുകൊണ്ട് എപ്പോഴൊന്നും വരില്ല. ഇനിയിപ്പോൾ പോയാലും മാങ്ങാപ്പണി കഴിയണമെങ്കിൽ ജൂൺ 10 ഒക്കെ ആവും. മാങ്ങ കിട്ടിത്തുടങ്ങുമ്പോഴത്തേനും മെയ് 15 ആകുമ്പോഴത്തേനും മാങ്ങ കിട്ടിത്തുടങ്ങുള്ളൂ. അപ്പോൾ ഈ സേലം മാങ്ങ ആണ് സ്റ്റോക്ക് വെക്കാറ് കേട്ടോ. അതാകുമ്പോഴാണ് നമുക്ക് നഷ്ടമില്ലായിരിക്കുള്ളൂ. അതായത് കഷ്ണങ്ങളായിട്ട് കിടക്കുള്ളൂ. ആ മാങ്ങ അങ്ങനെ കിടക്കുള്ളൂ. അതായത് സേലം മാങ്ങ വലിയൊരു മാങ്ങ ഉണ്ടാവില്ലേ, ചുണ്ടിങ്ങനെ വളഞ്ഞിട്ടുള്ള ആ മാങ്ങ സ്റ്റോക്ക് വെക്കാറ്. അപ്പം അത് ഒരു വർഷത്തേക്കുള്ളത് ഞാൻ മാങ്ങ കിട്ടുന്ന സമയത്ത് ആ മാങ്ങ കിട്ടുക കൂടുതലും ഒരു മെയ് 15 ജൂൺ 10 ഒക്കെ ഇടയിലാണ് ആ മാങ്ങ വരിക. അപ്പം അത് വരണ സമയത്ത് ഞാൻ കൂടുതലെടുത്തിട്ട് പണിക്കാരൊക്കെ വെച്ച് അത് സ്റ്റോക്ക് ചെയ്യും. ഡ്രമ്മുകളിലും ബക്കറ്റിലൊക്കെ സ്റ്റോക്ക് വെക്കും. എന്നിട്ട് ഞാൻ ഒരു വർഷം അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ മാങ്ങ നമ്മൾ കഴുകി നുറുക്കി ഉപ്പ് തേച്ചിട്ട് ഡ്രമ്മുകളിൽ ഇട്ടുവെച്ചാൽ നല്ല വൃത്തിയുള്ള ഡ്രമ്മാവണം കേട്ടോ. പുതിയ ഡ്രമ്മൊക്കെ മേടിച്ചിട്ട് അതിൽ ഇട്ടേക്കണം. കൊല്ലൊന്നും വാങ്ങണ്ട. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു നല്ല ഡ്രമ്മ് മേടിക്കണം കേട്ടോ. എന്നിട്ട് അതുപോലെ വലിയ കുറ്റി ബക്കറ്റുകൾ ഉണ്ടാവില്ല, അതിലൊക്കെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. പിന്നെയാണ് ഡ്രമ്മിൻ്റെ ഐഡിയ വന്നത്. ഡ്രമ്മാകുമ്പോൾ ഒന്നിലാണ്ട് ഇട്ടിട്ട് നമുക്ക് ഒരു ഭാഗത്ത് ഒതുക്കി വെക്കാം. ബക്കറ്റുകളാകുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ നിറഞ്ഞ് മേലെ കയറ്റിയേക്കാനും പറ്റില്ല, ഭാരമല്ലേ. ഒരു 50-55 കിലോ മാങ്ങ ഒരു ബക്കറ്റിൽ കൊള്ളും നുറുക്കി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 10-12 ബക്കറ്റ് ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ അവിടെ നിരത്തി വെക്കണം. അങ്ങനെ വെക്കാനും സൗകര്യമില്ല. അപ്പോൾ അത് ഒരു 5-6 കൊല്ലമൊക്കെ അങ്ങനെ തന്നെ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ടാണ് ഡ്രമ്മിലേക്ക് മാറ്റിയതിട്ടോ. അപ്പോൾ ഒരു ഡ്രമ്മിൽ ഒരു വലിയൊരു 500 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മ് വാങ്ങിയാൽ നമുക്ക് കുറച്ചൊക്കെ അതിലൊതുങ്ങും. പിന്നെ ബാക്കി കുറച്ച് ബക്കറ്റുകൾ വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ അച്ചാറുകൾ പല ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പിലിട്ട് വെച്ച മാങ്ങ കൊണ്ട് വെള്ളം സ്വർക്കൊന്നും ഒഴിച്ചിട്ടല്ല വെക്കണത്. കഴുകി നന്നായി കഴുകിയിട്ട് നുറുക്കി ഉപ്പ് തേച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആ ഉപ്പ് അതിൽ വെക്കുമ്പോൾ മാങ്ങക്ക് വെള്ളം വരുമല്ലോ. അപ്പോൾ അത് ഏതാണ്ട് അതിൽ ഫുള്ള് വരെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് 1 വർഷം 1.5 വർഷം കിടന്നാലും അത് കേട് വരില്ല, പൂപ്പിൽ പുഴൊന്നും വരില്ല. അത് അതേപോലെ ആ മാങ്ങ ആയതുകൊണ്ട് ഉടയുമില്ല, കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കും. പിന്നെ അച്ചാറുകൾ പല ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് മാങ്ങ അങ്ങോട്ട് വാങ്ങിയിട്ട് ചെയ്യുന്ന അച്ചാറുകളുണ്ട്. അതാകുമ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ നമുക്ക് ജൂൺ 15 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒക്കെ മാങ്ങ ഭയങ്കര വിലയാവും. 100 120 ഒക്കെ ആവും. അപ്പോൾ ആ മാങ്ങ വാങ്ങിയിട്ട് ചെയ്യുന്നതുണ്ട്. അതിപ്പോൾ ഗൾഫ് ഓർഡറൊക്കെ കിട്ടുമ്പോൾ, അതുപോലെ വീടുകളിലേക്ക് ഓർഡർ കിട്ടുമ്പോൾ ഒക്കെ ആ മാങ്ങയാണ് കൊടുക്കാറ്. അപ്പോൾ അതിനുള്ള വിലയും വാങ്ങൂട്ടോ. പിന്നെ കടകളിൽ കൊടുക്കുമ്പോഴാണ് ഈ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് അധികം വില കിട്ടില്ല. അപ്പോൾ പിന്നെ വീട്ടുകളിലൊക്കെ കൊടുക്കുമ്പോഴും അതേപോലെ ഗൾഫിലേക്ക് കൊടുത്തേക്കാനൊക്കെ ആൾക്കാർ വാങ്ങുമ്പോൾ ഒക്കെ വില കിട്ടും. അപ്പോൾ ഈ 120 മാങ്ങ ഒരു കിലോ മാങ്ങ വാങ്ങി നമുക്ക് 1 കിലോ അച്ചാർ കിട്ടില്ല. അതായത് അതിൻ്റെ അണ്ടി പോവും. പിന്നെ അതിൻ്റെ ഉപ്പ് തിരുമ്പിച്ചിട്ട് അതിൻ്റെ പുളി അത് കളയും. പുളിയും കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് അത്ര അച്ചാറിന് 1 കിലോ അച്ചാർ ഉണ്ടാവില്ല. ആ സമയത്ത് 1 കിലോ നാരങ്ങ അച്ചാറിട്ടാൽ 1.5 കിലോ അച്ചാർ കിട്ടും.
അപ്പം നമുക്കതിൻ്റെ ഇരട്ടി മാങ്ങ ചെയ്ത് കൊടുക്കും. ഫ്രഷ് മാങ്ങ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല വില വാങ്ങേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യും. അപ്പോൾ അതാകുമ്പോൾ ഇതും കൂടി ആകുമ്പോൾ ഇങ്ങനെ അടുത്ത കൊല്ലം വരെ അങ്ങനെ പോകും. അങ്ങനത്തെ ഗൾഫിലേക്ക് കൊടുത്തേക്കുന്ന ഓർഡറുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. അടുത്തുള്ളവരും അതേപോലെ ഞാൻ പറയാറില്ല ഇങ്ങനെ കാൽനടയാത്രയ്ക്ക് പോകുന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ പോണ സമയത്തൊക്കെ ഓരോരുത്തർ ഞാൻ അച്ചാർ വിൽക്കാനും തന്നെ പോണത്. അല്ലാണ്ട് എന്താ പറയുക, എല്ലാ വീട്ടിൽ കയറി ഇറങ്ങി ധർമ്മക്കാരെ പോലെ ഇതൊന്നും വാങ്ങാൻ പോവല്ല കേട്ടോ. അച്ചാർ വിൽക്കാനായിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങണവർ വല്ല ഗൾഫ് ഗ്യാസൊക്കെ ഉണ്ടാകുമ്പോൾ പറയും, ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കൊടുന്ന് തരണം കേട്ടോ പറയും. പിന്നെ മാത്രമല്ല, അവർ വാങ്ങിയാൽ ചിലപ്പോൾ അവരുടെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ അത് കൂട്ടി നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ അവർ പറയാം ഞങ്ങൾക്ക് വേണം കേട്ടോ പറയും, മേടിച്ചൊക്കെ കിട്ടാന്നൊക്കെ പറയും. അപ്പോൾ 1 കിലോ 2 കിലോനൊക്കെ ആവുക. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ അച്ചാർ ഏതൊക്കെ ഐറ്റം വെച്ചാൽ മാങ്ങ മാത്രം ഒരൈറ്റം, കടയിൽ കൊടുക്കുന്ന അച്ചാർ വേറെ, പിന്നെ മാങ്ങ ഗൾഫ് കേസ് അങ്ങനെ ചെയ്യുന്നത് വേറെ ഐറ്റം. അപ്പോൾ 2 ഐറ്റമില്ലേ, വെളുത്തുള്ളി പിന്നെ ഈത്തപ്പഴം നാരങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അച്ചാറുണ്ടാക്കും. പിന്നെ നാരങ്ങ മാത്രം, അപ്പം 5 ഇല. പിന്നെ മാങ്ങ പപ്പായ മിക്സ് അതുണ്ടാക്കാറുണ്ട്. അതുണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് 6 ഇല. പിന്നെ വെജിറ്റബിൾ അച്ചാർ ഉണ്ടാക്കും. അതായത് ഇരുമ്പാമ്പുളി, ഓക്കാപ്പുളി എന്നൊക്കെ പറയും ചില ആൾക്കാർ. ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പാമ്പുളി എന്ന് പറയും. ആ ഇരുമ്പാമ്പുളി, ഈത്തപ്പഴം, ക്യാരറ്റ്, ബീട്രൂട്ട്, വെളുത്തുള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് വെജിറ്റബിൾ പോലെ ഒരു ഐറ്റംസ് അതുണ്ടാക്കും. പിന്നെ നെല്ലിക്കച്ചാർ ഉണ്ടാക്കും, അതുണ്ടാക്കും. അപ്പോൾ അതാണ് എൻ്റെ ജോലി. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ അതൊക്കെ തുടങ്ങണം. അപ്പോൾ അത് കാരണം മോളും കുട്ടികളും പോവുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അജ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പോട്ടേന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ അവരിന്ന് വിളിക്കാൻ വരും. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആണ്. കറണ്ടാണെങ്കിൽ 9 മണിക്ക് പോയി വൈകിട്ട് 6 മണിക്കേ കറണ്ട് വരുള്ളൂ. വെള്ളത്തിനും ബുദ്ധിമുട്ടും, എന്തെങ്കിലുമൊക്കെ മിക്സിയിൽ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ, മിക്സിയിൽ അരക്കാനും അവർ വന്ന് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടാവും. ഞാൻ അപ്പോൾ വെളുത്തുള്ളി അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തോന്നി വീഡിയോ ഇന്നലെ തന്നെ ഗുഡ് മോർണിംഗ് വീഡിയോ ഇട്ടിട്ടില്ല, വൈകിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പോൾ എന്നാൽ വീഡിയോ ഇട്ടിട്ടൊന്ന് വരാമെന്ന് വിചാരിച്ച് വന്നിരുന്ന് വീഡിയോ എടുക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുന്നേ കട്ടായി പോയി. അത് ഹാങ്ങായിട്ടാണ്, അങ്ങനെ എന്താണ് ക്ലിയർ ചാറ്റ് വരികയാണ് അപ്പോൾ ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതാണ് മുറിഞ്ഞു പോയി. കൂടുതൽ മുഴുവനാക്കാൻ പറ്റിയില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് അവസാനിക്കും. ഒരു 10 മിനിറ്റൊക്കെ എടുക്കാൻ പറ്റണുള്ളൂ. അത് ഈ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.